ഇത് ഗാസിയാബാദിലെ ഒരു മാളിൽ 10 മുതൽ 15 വരെ വർഷം മുൻപുള്ള സംഭവമാണ്. ഞാൻ അവിടെ പോയത് എന്തെങ്കിലും വാങ്ങാനായി. കൂടെ ഒരാൾ ഉണ്ടായിരുന്നു. അകത്ത് കയറിയപ്പോൾ അവിടെയുള്ളവൻ വില കൂടുതലാക്കാൻ ശ്രമിച്ചു. കൂടെ ഉണ്ടായിരുന്ന ആൾ അതിനെക്കുറിച്ച് തർക്കിച്ചു. ഒടുവിൽ കാര്യങ്ങൾ ശരിയാക്കി. സാധനം 1700 രൂപ വിലയുള്ളതാണ്, എന്നാൽ നീ അതിന് ചുറ്റിത്തിരിച്ച് 2700 രൂപ ആവശ്യപ്പെടുകയാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. പാർക്കിങ്ങിലേക്ക് പോയി. പാർക്കിങ്ങിൽ നിന്ന് നിൽക്കുന്ന ആളൊരാൾ ഒരു പർച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിന് ഇപ്പോൾ ഇത്ര രൂപ കൊടുക്കണം, 100 രൂപ കൊടുക്കൂ എന്നിങ്ങനെ. പിന്നെ എന്റെ കൂടെ വന്നവൻ, അവനും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നുള്ളവനാണ്, സ്റ്റിയറിംഗിലിരുന്ന് പറഞ്ഞു, ശരി കാണിക്കൂ, എവിടെയാണ് ഈ 100 രൂപ? പർച്ച് നോക്കി അതിലെഴുതിയിരുന്നത് 6 മണിക്കൂറിലധികം പാർക്ക് ചെയ്താൽ 100 രൂപ. അവന്റെ കയ്യിൽ വേറൊരു പർച്ചിയും ഉണ്ടായിരുന്നു. അതാണ് 6 മണിക്കൂറിന് മുകളിലുള്ള നിരക്ക് കാണിക്കുന്നത്. ആ പർച്ചി അകലത്തിൽ നിന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞത് 100 രൂപ കൊടുക്കൂ. പിന്നെ ഞങ്ങളുടെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴേ പോയതല്ലേ, 2 മണിക്കൂർ പോലും ആയിട്ടില്ല. പിന്നെ അവൻ പറഞ്ഞു, ഹാ ഇല്ല ഒന്നുമില്ല, നിങ്ങൾ 50 കൊടുത്തോളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ കണ്ടോ, പറയുന്നത് ഈ മനുഷ്യൻ ദരിദ്രനാണെന്നാണ്. അകത്തുണ്ടായിരുന്നവൻ ധനികനാണ് എന്ന് പറയും. എന്നാൽ ഇവരിലൊന്നും യാതൊരു വ്യത്യാസമുണ്ടോ? ദരിദ്രൻ തന്റെ സ്ഥലം ഉപയോഗിച്ച് നിന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ധനികൻ തന്റെ സ്ഥലം ഉപയോഗിച്ച് നിന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ ഈ ദരിദ്രന് നാളെ മാളിനകത്ത് ഒരു കട തുറക്കാനുള്ള അവസരം ലഭിച്ചാൽ ഇദ്ദേഹം മാളിനകത്ത് കട തുറന്ന് എല്ലാവരെയും കബളിപ്പിക്കും. ഇദ്ദേഹവും അതേ റേസിലാണ് എല്ലാ ധനികരും ഓടുന്ന റേസ്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ പിന്നിലാണ്.